കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്റ്റാർ മണ്ഡലത്തിലൊന്നിലാണ് ഇന്ന് കണ്ണൂർ വിഷൻ പടയൊരുക്കമുള്ളത്. കഴിഞ്ഞ 10 വർഷമായി മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത മണ്ഡലം. ധർമ്മടം മണ്ഡലം ഇന്ന് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലാകെ ചർച്ചാ വിഷയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 3ാം വട്ടവും ഇവിടെ മത്സരിക്കുന്നു എന്നത് തന്നെയാണ് ധർമ്മടത്തെ സ്റ്റാർ മണ്ഡലമാക്കി നിലനിർത്തുന്നത്. 3ാം ഊഴത്തിലേക്ക് LDF പോകുമ്പോൾ ധർമ്മടത്ത് നിന്ന് വീണ്ടും ഒരു മുഖ്യമന്ത്രി വരുമോ, അതോ മാറ്റത്തിൻ്റെ കാറ്റ് ഈ ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് തന്നെ തുടങ്ങുമോ? മാറാത്തതും മാറും എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ NDAയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. UDF പറയുന്നുണ്ട് മാറ്റം എന്തായാലും ഉണ്ടാകുമെന്ന്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ധർമ്മടം മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ തുടങ്ങിയതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് 3ാം ഊഴം എന്നുള്ള ലക്ഷ്യവുമായാണ് ഈ ധർമ്മടം തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് LDF ഇറങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാൻ UDF രംഗത്തിറക്കിയിട്ടുള്ളത് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിനെയാണ്. യുവത്വം നയിക്കട്ടെ എന്ന ടാഗ് ലൈനോടെയാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ VP അബ്ദുൾ റഷീദിനെ രംഗത്തിറക്കിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് VP അബ്ദുൾ റഷീദ്. NDA ആകട്ടെ അവരുടെ ഏറ്റവും ശക്തനായ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് മാറ്റത്തിൻ്റെ കാറ്റിവിടെ വീശും എന്ന് പറയുന്നുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥിയായി K രഞ്ജിത്താണ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. എന്തായാലും കണ്ണൂർ വിഷൻ പടയൊരുക്കം ധർമ്മടം മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഇന്ന് നടത്തുന്നത്. നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് LDFനെ പ്രതിനിധീകരിച്ച് CPMൻ്റെ പിണറായി ഏരിയ സെക്രട്ടറി K ശശിധരൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ധർമ്മടം മണ്ഡലത്തിൻ്റെ UDFൻ്റെ ചെയർമാൻ ഷിനാജ് പെരളശ്ശേരിയുണ്ട്. BJPയുടെ ജില്ലാ സെക്രട്ടറിയായ ഹരീഷ് ബാബുവും നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകരുമുണ്ട്. എന്തായാലും നമുക്ക് ധർമ്മടം മണ്ഡലവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പൊതുവായ കാര്യം ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലമാണ്. രാഷ്ട്രീയമായ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. നമുക്ക് സിറ്റിംഗ് MLAയുടെ മണ്ഡല പ്രതിനിധി എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം LDFൻ്റെ പ്രതിനിധി K ശശിധരനിലേക്ക് പോകാം. 3 മിനിറ്റ് സമയം. ആദ്യത്തെ ഒരു പൊതുവായ രാഷ്ട്രീയ ചിത്രം എന്താണ്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം LDFന് ഏത് രീതിയിലാണ് ആത്മവിശ്വാസം നൽകുന്നത് ഈ ഇപ്പോഴത്തെ സാഹചര്യം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3ാമതൊരു തുടർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സമ്മാനിക്കും. അതിൻ്റെ പ്രത്യക്ഷമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ കഴിയുന്നത്. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും അനുഭവിച്ചറിയാത്ത, അതിൻ്റെ സ്വാദ് രുചിക്കാത്ത ഒരാളും ഈ കേരളത്തിലുണ്ടാവില്ല. ആ അനുഭവിച്ചറിഞ്ഞ ജനങ്ങൾ ഈ സർക്കാർ തന്നെ ഇനിയും തുടരണം എന്ന് ആവശ്യപ്പെടുകയാണ്. ആ അർത്ഥത്തിൽ ഈ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല മേൽക്കൈ നേടിക്കൊണ്ട് തന്നെ 3ാമതും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കേരളത്തിലെ ഈ സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ ഭരണത്തിൽ അസാധ്യമായ ഒന്നുമില്ല. അസാധ്യമായ പദത്തിന് അതിൻ്റെ അർത്ഥം അത് ഈ നിഘണ്ടുവിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിഘണ്ടുവിൽ ഇല്ല. എല്ലാം സാധ്യമാക്കിയ വലതുപക്ഷ സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ അവർ ഇട്ടേച്ചു പോയ എല്ലാ പദ്ധതികളും ഈ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു പദ്ധതിയാണെങ്കിൽ അത് ഈ കേരളത്തിൽ സമ്പൂർണ്ണമായി നടപ്പാക്കാൻ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ച ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ആ നിലയിൽ വരുന്ന 50 വർഷക്കാലം നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ഈ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ സാധ്യമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാം മുന്നോട്ട് വെക്കുന്ന വികസന നേട്ടങ്ങൾ. അതോടൊപ്പം തന്നെ സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിച്ച സർക്കാരാണ് ഈ സർക്കാർ. അത് 62 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് നൽകുന്ന ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ
ജീവനെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഈ സർക്കാർ. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ, മഹാഭൂരിപക്ഷം ജനങ്ങളും ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സർക്കാർ ഇനിയും തുടരണം എന്നുള്ളതാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമാകും എന്ന് തന്നെ ഉറച്ച വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. UDFിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പുതു സർക്കാർ എന്നുള്ള രീതിയിലേക്ക് പോകുമോ? എന്താണ് LDF സർക്കാരിൻ്റെ ഈ 5 വർഷത്തെ ഭരണത്തെക്കുറിച്ച് ജനങ്ങളുടെ ഒരു വികാരമായി UDF കരുതുന്നത്? ഷമീജ് 5 വർഷത്തില്ല, നമ്മൾ ഈ ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 140 നിയോജകമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ 140 നിയോജകമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ മണ്ഡലം ഒഴിച്ച് മറ്റ് മണ്ഡലങ്ങളിലൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു MLAക്ക് വേണ്ടിയാണ്. 10 വർഷക്കാലമായി ഒരു MLA ജയിപ്പിച്ചെടുക്കുക, ആ MLAയോട് നേരിട്ട് ആളുകൾക്ക് സംവാദം നടത്തുക, പ്രശ്ന പരിഹാരങ്ങൾക്ക് പോകാൻ പറ്റുക, സമീപിക്കാൻ പറ്റുക എന്ന ഒരു രീതിയിലാണ് ബാക്കി 139 മണ്ഡലങ്ങളിലും ആൾ മത്സരിക്കുന്നത്. ഇവിടെ 10 വർഷക്കാലം എൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. അവരാരെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു പ്രതിനിധിയെ അടുത്ത് നിന്ന് ഒരടി അകലത്തിൽ നിന്ന് പോലും കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ മണ്ഡലത്തിലുള്ളത്. മണ്ഡലത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അവരൊക്കെ പല ജില്ല വിട്ടൊക്കെ പോകാറുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും ഒരു 6 മാസത്തിലെങ്കിലും ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത വോട്ടർമാരെ നേരിട്ട് കാണാനും അവരെ സമീപിക്കാനും അല്ലെങ്കിൽ അവർക്ക് സമീപിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ MLA എന്ന് പറയുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രിനെ ഒരു 7 അടി അകലത്തിൽ നിന്ന് പോലും കാണാൻ ഇതുവരെ ഇവിടുത്തെ ഈ മുഖ്യമന്ത്രി 10 വർഷക്കാലമായിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. BJP പ്രതിനിധി. സമഗ്രമായിട്ടുള്ള ഒരു വികസനം ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് CPIM അവകാശപ്പെടുന്നത്. നീണ്ട 10 വർഷത്തിനിടയിൽ നമ്മുടെ വികസനം എന്താണ് എന്നുള്ളത് നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്റ്റാൻഡിനെ വിലയിരുത്താൽ മാത്രം മതി. ഇത് ടാക്സി സ്റ്റാൻഡാണ്. 100 കണക്കിന് ഓട്ടോ തൊഴിലാളികൾ, ടാക്സി തൊഴിലാളികൾ ഒക്കെ ഉള്ള ഇവിടെ ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ എവിടെ പോകും എന്നുള്ള ചോദ്യമാണ്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾക്ക് ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ എവിടെ നമ്മൾ പോകും? ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മമ്പറം ടൗൺ, ഏകദേശം 2000-ലധികം വിദ്യാർത്ഥികളും ഒക്കെ ഉള്ള മമ്പറം ടൗണ് പോലും, മുഖ്യമന്ത്രിയുടെ സ്വന്തം പഞ്ചായത്തായ പിണറായി ടൗണിൽ പോലും ചെറുക്കിന് എന്തെഴുതപ്പെടുന്നത് ഇവിടെയൊന്നും MLAയുടെ ആസ്തി വികസനം ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പൊതു ശൗചാലയം സ്ഥാപിക്കാൻ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രി എന്നുള്ളതിൽ സാധിച്ചോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചോ? നമ്മുടെ 8 പാടശേഖരങ്ങൾ, ധർമ്മടം നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തിലെ പാടശേഖരങ്ങൾ, ഇന്ന് ആ പാടശേഖരങ്ങൾ കാട് കയറി നശിക്കുകയാണ്. അവിടെ കാർഷിക മേഖലയിൽ വികസനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പാക്കേജ് എന്തെങ്കിലും നടപ്പിലാക്കാൻ സാധിച്ചുവോ? ഈ വികസനം എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം മമ്പറത്ത് വെച്ചൊരു പൊതു അദാലത്ത് സംഘടിപ്പിച്ചു. ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ 3000-ലധികം പരാതികൾ, സാധാരണക്കാരായ ആളുകൾ, അവിടെ ജാതിയുടെയോ വ്യത്യസ്തതയില്ലാതെ അവർ ഒഴുകി വരികയാണ് ഉണ്ടായത്. അവരുടെ 70% പരാതികളും ഈ നാട്ടിലെ റോഡില്ലാത്തവരുടെ, അസുഖബാധിതരുടെ, കുടിവെള്ളമില്ലാത്ത നിരവധിയായിട്ടുള്ള പരാതികളാണ്. ആ പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിൽ മുഖ്യമന്ത്രി സാധിച്ചുവോ? നമ്മുടെ പ്രധാനപ്പെട്ട ആയിരക്കണക്കിന് ആൾ നിത്യേന വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ് പെരളശ്ശേരിയിലെ പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. നമുക്ക് ആ തീർത്ഥാടക ടൂറിസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ തീർത്ഥാടന കേന്ദ്രത്തിൽ ആവശ്യമുള്ള വരുന്ന ആളുകൾക്ക് അവർക്ക് ഒരു ശൗചാലയം അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ്, കംഫർട്ട് സ്റ്റേഷൻ അത് രൂപീകരിക്കുന്നതിന് ഈ 10 വർഷത്തിനിടയിൽ എന്തെങ്കിലും സാധിച്ചുവോ? ഞങ്ങൾ ചോദിക്കുകയാണ്, ധർമ്മടം നിയോജക മണ്ഡലത്തിലെ അടിസ്ഥാന വികസനത്തിൽ കഴിഞ്ഞ 10 വർഷത്ത് എന്തു ചെയ്തു എന്നുള്ള ചോദ്യമാണ്. വികസനം എന്ന് പറയുന്നത് ഒരുപാട് കെട്ടിടങ്ങളും അടിസ്ഥാന റോഡും അതൊക്കെ വികസനം തന്നെയാണ്. പക്ഷേ നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ അവരുടെ വീട്ടുകൾ, അവരുടെ അടുക്കളയിൽ പുകയുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പരമ്പരാഗത തൊഴിലാളികൾ, നമ്മളെ പിണറായിലുള്ള നെയ്ത്ത് തൊഴിലാളികൾ, നമ്മുടെ കോട്ടത്ത് ഭാഗത്തുള്ള സ്കാർ തൊഴിലാളികൾ, അങ്ങനെ സാധാരണക്കാരായ തൊഴിലാളികളുണ്ട്. അവരുടെ ജീവൽ പ്രശ്നങ്ങൾ, അവരുടെ പരമ്പരാഗത തൊഴിൽ മേഖല നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ചരക്കടിയിലെ പുഴയിൽ നിന്ന് പൂഴി വാരിയുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ, അവർക്ക് ഒരു തൊഴിൽ സംവിധാനം ഒരുക്കുന്നതിന്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ തൊഴിൽ സംവിധാനത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് ഈ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ്
മാറാത്തതും മാറും. ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ അത് കേരളത്തിൽ നടപ്പിലാക്കും. മാറാത്തതും മാറും. നിങ്ങൾ ചിന്തിക്കണം, 70 വയസ്സിന് കഴിഞ്ഞിട്ടുള്ള പാവപ്പെട്ട നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ നടപ്പിക്കുന്ന വയോവന്ദന പരിപാടി, അവർക്ക് ആ ചികിത്സാനുകൂല്യം കേരളത്തിൽ നിഷേധിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ഇത്തരം പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത് സ്വീകരിക്കും. മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കും. NDAയുടെ സ്ഥാനാർത്ഥി കെ രഞ്ജിത്തിനെ വിജയിപ്പിക്കാൻ ഈ ധർമ്മട നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിശ്വാസം. അപ്പോൾ നമ്മൾ ആമുഖമായി പറഞ്ഞ കാര്യത്തിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ നമുക്ക് മണ്ഡലത്തിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് UDFന്റെ പ്രതിനിധി പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി MLA ഒന്നും കാണാൻ കഴിയാത്ത ഒരു പ്രശ്നം, അത്തരമൊരു ആരോപണത്തെ എങ്ങനെയാണ് LDF നേരിടുക? ശുദ്ധ അസംബന്ധമായ വർത്തമാനമാണ് ഷിജു പറഞ്ഞിട്ടുള്ളത്. MLA നമ്മുടെ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിക്ക് മറ്റ് മണ്ഡലങ്ങളിലെ MLA ചെയ്യുന്നത് പോലെ മണ്ഡലം കേന്ദ്രത്തിൽ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കാനാവില്ല. സംസ്ഥാനത്തിൻ്റെ ആകെ കാര്യങ്ങൾ നോക്കേണ്ട, അതിനാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് സംസ്ഥാനത്തിൻ്റെ ആകെ കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നോക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ അതിന് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇവിടെ ചക്കരക്കല്ലിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഇവർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും MLA കാണാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ കഴിയാത്ത പ്രശ്നമുണ്ടോ? ഈ സമീപകാലത്ത് തന്നെ എത്ര തവണ മുഖ്യമന്ത്രി ഈ ചക്കരക്കല്ല് ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ കൺവെൻഷൻ സെൻറ്ററിന് തറക്കല്ലിടാൻ വേണ്ടി ഇവിടെ വന്നു, ആയിരങ്ങളോട് സംസാരിച്ചു. ഇവിടെ അപ്പുറത്ത് CHC കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി വന്നു, ആയിരങ്ങളോട് സംസാരിച്ചു. ഇങ്ങനെ എല്ലാ വികസനം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ രാജ്യാന്തര പ്രാധാന്യമുള്ള നമ്മളെ റെസ്ക്യൂ സെൻറ്ററിൻ്റെ തറക്കല്ലിടൽ പരിപാടിക്ക് അവിടെ വന്നു, ആയിരങ്ങളോട് സംസാരിച്ചു. ഈ സമീപ ദിവസങ്ങളിൽ തന്നെ മണ്ഡലത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നാട്ടിലെത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡല ഓഫീസിൽ സിറ്റിംഗ് വെച്ച് ജനങ്ങളെ കാണാറുണ്ട്, നിവേദനങ്ങൾ സ്വീകരിക്കാറുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട്. മണ്ഡലത്തിൻ്റെ പ്രതിനിധി മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായാലും 2 പേര് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും വേറൊരു അഡീഷണൽ ആയിട്ട് മറ്റൊരു ജീവനക്കാരനും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കാണുന്നില്ല, മുഖ്യമന്ത്രിയുടെ സേവനം കിട്ടുന്നില്ല, മുഖ്യമന്ത്രിയെ കണ്ടുകിട്ടുന്നില്ല എന്നെല്ലാം ശുദ്ധ അസംബന്ധമായ വാദമുഖങ്ങളാണ്. അതെല്ലാം കൃത്യമായി ഈ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ. ഏതായാലും ഈ കാര്യങ്ങൾ, അതായത് മുഖ്യമന്ത്രിയാണ്, അപ്പോൾ മുഖ്യമന്ത്രി മറ്റ് MLA-മാരെ പോലെ മണ്ഡലത്തിൽ തന്നെ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ്. മണ്ഡലത്തിന്റെ പ്രതിനിധിയായി പി ബാലൻ പ്രവർത്തിക്കുന്നുണ്ട്. കാണാനൊരു സാധാരണക്കാരന് ഒരു അതൊരു വിഷയം തന്നെയാണോ ശരിക്കും? പൊതുയോഗത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് നടത്തുന്ന ഒരു പരിപാടിയിൽ പോയിട്ടോ എല്ലാ സാധാരണക്കാരന് കാണാൻ സാധിക്കുക. മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ഒരു MLA അല്ലേ? MLA സാധാരണ മറ്റ് MLA പോലെ സാധാരണ രീതിയിൽ ഒരു മരിച്ചടിക്കോ പുതുപ്പള്ളിയിൽ ഇറങ്ങി നടക്കുന്ന ആർക്ക് വേണമെങ്കിലും, നിങ്ങൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കി, മുഖ്യമന്ത്രി ആർക്ക് വേണമെങ്കിലും സമീപിക്കാം. അങ്ങ് മാറി നിൽക്ക്, ഒരു സെൽഫി എടുക്കാൻ പെടാതെ നിൽക്കില്ല. ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പോലും വിളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് ഈ മണ്ഡലത്തിൻ്റെ മുഖ്യമന്ത്രി നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? പരിപാടികൾ, ഈ മറ്റ് ഔദ്യോഗിക പരിപാടികളും അതുപോലെ തന്നെ പാർട്ടി സംവിധാനത്തിൻ്റെ പരിപാടികൾ ആയിരങ്ങൾ ചിലപ്പോൾ മുഖ്യമന്ത്രി കാണുന്നുണ്ടാവും. പക്ഷെ മുഖ്യമന്ത്രി സാധാരണ ആളുകൾ അവരെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ കത്തോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയുടെ ഇല്ലാതെ ഒരു സാഹചര്യം സാധാരണ ഒരു MLA കാണുന്നത് പോലെ കാണാനുള്ള പ്രധാനപ്പെട്ട വിഷയമായി ഈ മണ്ഡലത്തിൽ UDF ഉയർത്തിക്കാട്ടുന്നുണ്ടോ? മുഖ്യമന്ത്രിയെ നമുക്ക് ആക്സസ് അല്ലെ കിട്ടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ
ഈ മണ്ഡലത്തിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രധാന വിഷയമാണോ? ഒരു പ്രധാനപ്പെട്ട ഉയർത്തിക്കാട്ടുന്ന ഒരു വിഷയം, മുഖ്യമന്ത്രി ഈ മണ്ഡലത്തിൽ സാധാരണ ആളുകളെ കാണാനും സാധാരണ ആളുകൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പറഞ്ഞു. ഒരു MLA അല്ലേ സാധാരണ 140 മണ്ഡലങ്ങളിൽ 139 മുഖ്യമന്ത്രിയാണ് മണ്ഡലത്തിൽ ഒരു MLA-യുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നില്ല എന്ന ഈ ആക്ഷേപത്തെ NDA എങ്ങനെയാണ് കാണുന്നത്? അത് ശരിയായ ഒരു നിരീക്ഷണമാണോ? മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്, മുഖ്യമന്ത്രിയുടെ അടുക്കലുള്ള ഒരു സാധാരണക്കാരന് അവൻ്റെ വിഷയങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ കാണുന്ന മുഖ്യധാര ജനങ്ങളൊക്കെ അത് വിലയിരുത്തുന്നുണ്ടാവും. നമ്മൾ സാധാരണഗതിയിൽ എത്രമാത്രം അദ്ദേഹത്തിന് അടുക്ക ഒരു സാധാരണക്കാരൻ ഒരു വിഷയത്തെ ഉന്നയിച്ച് അദ്ദേഹത്തിന് അടുക്കാൻ പോകാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും നാട്ടുകാർ കാണുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഒരു MLA എന്നുള്ള രീതിയിൽ പ്രതിനിധി എന്നുള്ള പിണറായിയിൽ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൻ്റെ അടുത്തേക്ക് എത്രമാത്രം ആളുകൾ എത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, പൊതുജനം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്തു തന്നെയായാലും 8 പഞ്ചായത്തുകളിൽ ഒരു MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സേവനം ഇവിടുത്തെ സാധാരണക്കാരെ ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ അത് സാധിക്കുന്നില്ല എന്നുള്ളതൊരു നഗ്നമായ യാഥാർത്ഥ്യം. എന്തായാലും ഈ വിഷയത്തിൽ UDF-ഉം NDA-യും ഒന്നിക്കുകയാണ്. പക്ഷേ ഒരേ തൂവൽ പക്ഷികൾ അവർ ഒന്നിക്കും. ഓക്കെ, ഏതായാലും അടുത്തത് അത് തന്നെയാണ് ഈ PMC എന്ന് പറയുന്ന പാഠ്യപദ്ധതി. കോൺഗ്രസ് ഉള്ള സ്ഥലത്തുകളിലൊക്കെ PMC എന്ന പാഠ്യപദ്ധതി വേണ്ട എന്ന് പറയുമ്പോൾ ഇവിടെ വകുപ്പിന്റെ മന്ത്രി അറിയാതെ പോയി ഒപ്പിട്ട് RSSന്റെ എല്ലാ ഈ രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവരാൻ, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ കൊണ്ടുവന്ന ആ PMC എന്ന് പറയുന്ന പാഠ്യപദ്ധതി ആർക്ക് വേണ്ടി നിങ്ങളുടെ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടുണ്ടോ ഒപ്പിട്ടത്? ഈ PMC എന്ന് പറയുന്ന പാഠ്യപദ്ധതി RSSന്റെ അവരുടെ ചരിത്രം ഈ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ കർണാടകത്തിൽ അവർ മുന്നേ പഠിപ്പിച്ചു. അത് അവിടെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്തു മാറ്റപ്പെട്ടു. എന്തുകൊണ്ട് നിങ്ങളുടെ ഘടകകക്ഷികൾ പോലും ഈ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ധർമ്മട നിയോജക മണ്ഡലത്തിൽ ഒതുങ്ങുന്ന വിഷയമല്ല. ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. കേരള രാഷ്ട്രീയം വരും, ദേശീയ രാഷ്ട്രീയം വരും, എല്ലാ രാഷ്ട്രീയവും കടന്നു വരും. ഒരു മുഖ്യമന്ത്രി ഒരു മണ്ഡലത്തിൽ MLA എന്ന മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് ചർച്ച മണ്ഡലത്തിന്റെ ഒരു ഒരുപാട് വിഷയങ്ങളുണ്ട്. കാര്യങ്ങളിലേക്ക് അബ്ദുൾ റഷീദ് എന്ന UDF-ന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ ഏത് മണ്ഡലക്കാരനാണെന്ന് പറഞ്ഞാൽ മതി. ജനങ്ങൾ കേൾക്കട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ. അയാൾ നാമനിർദ്ദേശം അത്ര തർക്കങ്ങളിലേക്ക് പോകണ്ട. ഞാൻ ചോദിക്കട്ടെ പയ്യന്നൂർ മണ്ഡലത്തിലെ ഒറ്റ മിനിറ്റ് നമുക്ക് എവിടെയാ മത്സരിക്കുന്നത്? മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട പോകരുത്. അച്യുതാനന്ദൻ എവിടെയാ കുളത്ത് മത്സരിച്ചില്ലേ? എത്ര മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ മത്സരിച്ചു? ഞാൻ പറഞ്ഞു ജനാധിപത്യ അബ്ദുൾ ഈ മണ്ഡലക്കാരനല്ലാന്ന് മണ്ഡലത്തിന്റെ അങ്ങനെയല്ല. കേരളത്തിന്റെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത് ഇതാണ്. കേരളത്തിന് പുറത്ത് ഈ കോൺഗ്രസും മാർക്സിസ്റ്റും തുടങ്ങിയ ഇന്ത്യ സഖ്യങ്ങളെല്ലാം ഒറ്റക്കെട്ട് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള നമുക്ക് അടുത്ത സെഷനിലേക്ക് ഒരു മിനിറ്റ് നമുക്ക് കഴിഞ്ഞ 10 വർഷത്തെ നോക്കാം, അല്ലെങ്കിൽ 5 വർഷത്തെ ധർമ്മടം മണ്ഡലത്തിലെ വികസനം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും LDF പ്രതിനിധിയുടെ ഉത്തരം? കഴിഞ്ഞ 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ 2500 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. 5 വർഷം എണ്ണി പറയാൻ സമയം തരുമെങ്കിൽ ഞാൻ പറയാം. വളരെ ചുരുക്കി. പിണറായിയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനമായും പിണറായിയിൽ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന, പണിയേകാൻ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന 285 കോടി രൂപ മുടക്കുമുതലുള്ള എഡ്യൂക്കേഷൻ ഹബ്ബ്, അവിടെ വരുന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ഹബ്ബായിട്ടാണ്. ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനമാണ് സമയ ചുരുക്കം കൊണ്ട് ഞാൻ പറയുന്നില്ല. ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ്, നമ്മുടെ മണ്ഡലത്തിൽ ആകെയുള്ള ഒരു കോളേജാണ് ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ്. ആ ബ്രണ്ണൻ കോളേജിൽ 100 കോടി രൂപയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങളാണ്
ഈ കാലയളവിൽ നടന്നിട്ടുള്ളത്. അതിനും ഐറ്റം തിരിച്ച് പറയണമെങ്കിൽ ഞാൻ പറയാം, അതിന് സമയം നിങ്ങൾ അനുവദിക്കുമെങ്കിൽ. പിന്നീട് നമ്മൾ ഇപ്പോൾ സമീപകാലത്ത് ഇപ്പോൾ കിൻഫ്ര ഏറ്റെടുത്ത 500 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ IT പാർക്കിനും സയൻസ് പാർക്കിനും തറക്കല്ലിട്ടത്. 600 കോടി രൂപയാണ്. ആയിരക്കണക്കിന് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നമ്മളെ IT പാർക്ക് സയൻസ് പാർക്ക് എന്നൊക്കെ നമ്മളെല്ലാം ഈ ഗ്രാമീണ മേഖലയിൽ നമുക്ക് കേട്ടുകേൾവിയില്ലാത്തതാണ്. ആ ഗ്രാമീണ മേഖല ഉൾപ്പെടെ IT പാർക്കിൻ്റെയും സയൻസ് പാർക്കിൻ്റെയും ഹബ്ബാക്കി മാറ്റാനുള്ള നല്ല പരിശ്രമമാണ് ഈ 10 വർഷക്കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിന് 100 കോടി രൂപയാണ് അതിനുവേണ്ടി വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ ഈ തൊഴിൽ പരിശീലന കേന്ദ്രം ധർമ്മടത്തെ അസാപ്പിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിൽ പരിശീലന കേന്ദ്രം, അത് വളരെ ഗംഭീരമായിട്ട് ധാരാളം ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിൽ പരിശീലനം കൊടുക്കുന്ന ഒരു കേന്ദ്രം അവിടെ സ്ഥാപിച്ചെടുത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപക പരിശീലന കേന്ദ്രമാണ് ഡയറ്റിൻ്റെ ആ മേഖലയിൽ വലിയ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ ഇതാ ഒരു വിളിപ്പാടകലെയാണ് ഇരുവേരി CHC കിടക്കുന്നത്. അത് ഈയിടെയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അമ്പര ചുംബിയായ കെട്ടിടമാണ്. സ്വപ്നതുല്യമായ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത വികസനമാണ് ഈ CHCയിൽ വന്നിട്ടുള്ളത്. പിണറായി പറയുന്ന കേൾക്ക് സുഹൃത്തെ, നിങ്ങൾ പറയുന്ന കേൾക്ക് കാര്യമില്ല. പരസ്പരം പറയട്ടെ. പിണറായി സ്പെഷ്യാലിറ്റി ആശുപത്രി അതിൻ്റെ പണി പൂർത്തീകരിച്ചു വരികയാണ്. ഇങ്ങനെ നിരവധി പാലങ്ങൾ, റോഡുകൾ ഈ അഞ്ചരക്കണ്ടി പുഴയാൽ ചുറ്റപ്പെടുന്നതാണ് നമ്മുടെ മണ്ഡലം. ആ അഞ്ചരക്കണ്ടി പുഴയാൽ ചുറ്റപ്പെടുന്ന ഈ പുഴയിലെ 2 കരകളെ ബന്ധപ്പെടാൻ 9 പാലങ്ങളാണ് ഈ 10 വർഷക്കാലം കൊണ്ട് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു 10 വർഷക്കാലം കൊണ്ട് സ്വപ്നതുല്യമായ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ആ 2 പേര് വന്നാലും ഞാൻ അതിന് ഡോക്യുമെന്റ് നിങ്ങൾക്ക് തരാം. ഓക്കെ, ഈ വികസന പ്രവർത്തനങ്ങൾ, അതായത് CPM-ന്റെ ഏരിയ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളെ ഏത് രീതിയിലാണ് കാണുന്നത്? വികസനം എന്നുള്ള രീതിയിലാണ് LDF ജനങ്ങളുടെ വോട്ട് ചോദിക്കാൻ പോകുന്നത്. വളരെ വിശദമായി ഇവിടെ ഒരു കണക്ക് അവതരിപ്പിച്ചു. വളരെ കോടികൾ ചെലവിട്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ CH മറ്റേ ഇരുവേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വിഷയം പറഞ്ഞു. 5 നില കെട്ടിടമാണ്. ആ 5 നില കെട്ടിടം എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത്? ആ ബിൽഡിങ് മാത്രമേ ഉള്ളൂ. ഒരു ഡോക്ടർ ഒരധികം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ പോട്ടെ, അതൊക്കെ പോട്ടെ. ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലല്ലേ? ഇവിടെ സാധാരണ രീതിയിൽ ഇപ്പോൾ പല രീതിയിലുള്ള ഇപ്പോൾ ഗ്യാസുകൾ പിന്നെ ഉപയോഗം കൂടുതലാണ്, വൈദ്യുതി ഉപയോഗം കൂടുതലാണ്. ഒരു തീപിടുത്തം നടന്നാൽ ഒരു മുഖ്യമന്ത്രിയുടെ എവിടെ നിന്ന് ഫയർഫോഴ്സ് വരും? കൂത്തുപറമ്പിൽ നിന്ന് വരണം, മട്ടന്നൂരിൽ നിന്ന് വരണം, കണ്ണൂരിൽ നിന്ന് വരണം, തലശ്ശേരിയിൽ നിന്ന് വരണം. ഇവിടെ ഇത്രയും ഒരു മുഖ്യമന്ത്രി 10 കൊല്ലായിട്ട് ഒരു മുഖ്യമന്ത്രിയാ. ഒരു ഫയർ സ്റ്റേഷൻ ഇല്ല. നിങ്ങൾ പറയുന്നത് എന്ത് വികസന? ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ 10 കൊല്ലായിട്ട് എന്ത് മാറ്റമുള്ളത്? ഇവിടെ ഇപ്പോൾ റോഡ് നമുക്കറിയാം. ഈ ചക്കരക്കല്ല് എടുത്തു നോക്കിയാൽ, മമ്പറം എടുത്തു നോക്കാം, പിണറായി എടുത്തു നോക്കാം. ഏതെങ്കിലും ഒരു റോഡ് ഏതെങ്കിലും ഒരു ചെറിയ ഒരു വികസനം, ഒരു റോഡിൻ്റെ ഒരു ചെറിയ ഒരടിയെങ്കിലും വികസനം നടത്തിയിട്ടുണ്ടോ? ഒരു വികസനം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ പറഞ്ഞു, കിൻഫ്ര പാർക്കിൻ്റെ പറഞ്ഞു 500 ഏക്കർ എടുത്തിട്ട്, ഈ 500 ഏക്കറോളം എടുത്തിട്ട് 500 കുടുംബാന്ന് വയ്യാതാരായിട്ട് കിടക്കുക. ഇപ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്നില്ല. പല വീടുകളിലും കുടുംബത്തിലും അവർ പോയി നിൽക്കുന്നു. ഈ ഏക്കറിൽ സ്ഥലം എടുത്താൽ പോരാ, അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യം ഇതുവരെ കൊടുത്തിട്ടില്ല. 1 വർഷക്കാലമായി അവർ പട്ടിണിയിലാണ്. നിങ്ങൾ ഈ പരിസര പ്രദേശം അഞ്ചരക്കണ്ടി, പാതിരിയാട് ഉൾപ്പെടെയുള്ള വില്ലേജുകൾ 500 ഏക്കറോളം സ്ഥലം എടുത്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ഒരു ആനുകൂല്യവും കൊടുക്കാതെ, ആനുകൂല്യമല്ല കിട്ടേണ്ടതാണ്, അവർക്ക് കൊടുക്കേണ്ടതാണ്, അതുവരെ കൊടുക്കാത്തത്. ഇപ്പം നമുക്കറിയാം ഹൈവേ, ഈ 66 പറയുന്ന ഹൈവേ, അതിൻ്റെ അപ്രോച്ച് റോഡ്, ഒരു ബസ് പോയാലും ഒരു ഓട്ടോറിക്ഷ പോകാൻ കഴിയില്ല. അതാ ഇവിടുത്തെ സ്ഥലമെടുത്ത് ഈ കേരള സർക്കാർ എടുത്തു കൊടുത്ത സ്ഥലമാണ്. എന്താ ഉണ്ടായത്? എന്താ ഇത്? എത്രയോ വർഷങ്ങൾ മുമ്പേ ഈ എക്സ്പ്രസ് ഹൈവേ വരുമ്പോൾ സമരം നടത്തി, UDF സമരം നടത്തിയിരുന്നെങ്കിൽ ഈ എക്സ്പ്രസ് ഹൈവേ ഇന്നുണ്ടാവില്ല. നമ്മൾ വികസനത്തിന്റെ കൂടിയാണ്. വികസനം ഉണ്ടാകുമ്പോൾ വികസനത്തിന് കൂടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു സമരം ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെല്ലാം സമരം നടത്തി ആ സമരമൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഓക്കെ,
എന്തെങ്കിലും ഇവിടെ എന്താണ് ധർമ്മടം മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് NDAക്ക് എന്താണ് പറയാനുള്ളത് ഹരീഷ് ബാബുവിന്? ഒരുപാട് സാധാരണക്കാരായ ആളുകൾ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. നേരത്തെ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഭരണത്തെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് അത് കോൺഗ്രസ് BJP അന്തർധാര എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഭരണകാലത്ത് ഈ മണ്ഡലത്തിൽ ഒരു ചുക്കും ഒന്നും നടന്നിട്ടില്ല, ഈ ജില്ലയിലും ഒന്നും നടന്നില്ല യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ 10 വർഷമായിട്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സകല മേഖലയും ഭരിക്കുന്ന ഒരു പാർട്ടി നടത്തുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ സാധാരണക്കാരായ ആളുകളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിൽ ഉദാഹരണത്തിന് കൊടുവള്ളി മുതൽ നമ്മുടെ എയർപോർട്ട് റോഡിൻ്റെ അവസ്ഥ, ആ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരണ്ടേ? അവിടെ ഇന്നും അവിടെ കുറ്റിയടിച്ച് വെച്ചിട്ടുണ്ട്, ആ ഭൂമി ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ആ സ്ഥലം പോകുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ല. ഇന്നൊരു ലോൺ എടുക്കണമെങ്കിൽ അവർക്ക് ഒരു വീട്ടിൽ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം വേണ്ടേ അവർക്ക്? അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ കിടക്കുകയാണ്. ടൂറിസം വികസനം ഇപ്പോൾ മുഴപ്പിലങ്ങാട് വികസനത്തിൻ്റെ പറഞ്ഞു, തൊട്ട് അപ്പുറത്ത് തന്നെയുണ്ട് ഏറ്റവും വലിയ നമ്മുടെ ധർമ്മട തുരുത്ത്. ഏകദേശം 20 വർഷത്തിന് മുന്നേ ആ തുരുത്ത് അതിൻ്റെ വികസനത്തിന് വേണ്ടി പാക്കേജ് തയ്യാറാക്കിയാണ്. എന്നാൽ ധർമ്മടം തുരുത്തിൻ്റെ ആ വികസനത്തെക്കുറിച്ച് അത് ആ ടൂറിസ്റ്റ് സാധ്യതകൾ കണ്ടെത്തുന്നതിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അങ്ങനെ ഓരോ മേഖലകളും നമ്മൾ എടുത്തെടുത്ത് വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ജീവൽ പ്രശ്നങ്ങളുണ്ട് സാധാരണക്കാരൻ്റെ. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിൽ ഒരു MLA എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പരാജയപ്പെട്ടു. ധർമ്മടത്തിന് വികസനം വേണം. ധർമ്മടത്ത് സാധാരണക്കാർ ബീഡി തൊഴിലാളികളെയും കർഷക തൊഴിലാളികളും സാധാരണക്കാരാണ് ധാരാളം ഓട്ടോക്കാരുണ്ട്. നമുക്ക് ആവശ്യത്തിന് ചികിത്സ, നേരത്തെ ആശുപത്രിയെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് ഇവിടെയുള്ള പിണറായി ആയിക്കോട്ടെ ചക്കരക്കല്ല് ആയിക്കോട്ടെ, ചക്കരക്കല്ല് ഞങ്ങൾക്ക് താലൂക്ക് നിലവാരത്തിലുള്ള ഒരു ആശുപത്രി സംവിധാനം ഉണ്ടാവണമെന്ന ആഗ്രഹം. പ്രസവ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഈ ചക്കരക്കല്ല് വേണം. നമ്മുടെ പോലെ സാധാരണക്കാരെ ആളുകൾക്ക് പ്രൈവറ്റ് വലിയ കുത്തക വലിയ ഹോസ്പിറ്റൽ ചികിത്സകൾ അവിടുത്തെ ഫീസ് താങ്ങാൻ സാധിക്കുന്നില്ല. അതിനാണ് പിണറായിയിലെയും ചക്കരക്കല്ല് ആശുപത്രിയിൽ അടിസ്ഥാന സംവിധാനങ്ങൾ വേണം. ബിൽഡിംഗ് പോരല്ലോ, അവിടുത്തെ സ്റ്റാഫ്, നേഴ്സ്, ഡോക്ടർമാർ, കിടത്തി ചികിത്സ, ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിൽ അതിന് ഈ 10 വർഷത്തിനിടയിൽ സാധിച്ചിട്ടില്ല. ബിൽഡിംഗ് ഉയർന്നു എന്നുള്ളത് അവിടെ ബാക്കി നിൽക്കുകയാണ്. ഭരണം മാറിയാൽ ധർമ്മടം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് LDFിന്റെ പ്രതിനിധി K ശശീന്ദ്രൻ പറയുന്നത്. ആ വാദത്തെ UDFും അതോടൊപ്പം തന്നെ NDAയും എതിർക്കുകയാണ്. ഇത് നമുക്ക് പ്രേക്ഷകരിലേക്ക് കൂടി പോകാം. ഈ ധർമ്മടം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നത് ഈ മണ്ഡലത്തിന്റെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്? ഈ മാറ്റം എന്ന് പറയുന്നത് ശശിയാടൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിന് മുന്നേ എങ്ങനെയായിരുന്നു നമ്മുടെ കേരളം, ആ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ നമുക്കിവിടെ എണ്ണി പറയാൻ വേണ്ടി കഴിയും. ഇവിടെ ചുരുക്കി പറഞ്ഞോളൂ. ചുരുക്കി നമ്മുടെ UDFിൻ്റെ പ്രതിനിധിയോടും അതുപോലെ തന്നെ NDAയുടെ പ്രതിനിധിയോടും എൻ്റെ ചോദ്യം. ഒരു 10 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ് ഉണ്ടാകുമ്പം സ്വാഭാവികമായും നമുക്ക് മറ്റ് അനവധിയായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവാം. ഒന്ന് അഴിമതി, മറ്റു കാര്യങ്ങളൊക്കെ. ഒരു അഴിമതിയുടെ കറ പോലും പുരളാത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ 10 വർഷം ഇവിടെ ഭരിച്ചത്. ഇവിടെ ആരംഭിക്കും തന്നെ നമ്മുടെ UDFിൻ്റെ പ്രതിനിധി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കാണാനില്ല. ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളോ മറ്റൊന്നും ഇവിടെ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ UDF പ്രതിനിധിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ ഒരു ചോദ്യം, ഇവർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവർക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത് ജനങ്ങളോട് പറയാനുള്ളത്? നമ്മുടെ മുന്നിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു വയനാട്. ആ വയനാട് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ആ ആപ്പും ഇല്ല, ഒരു കോപ്പും ഇല്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ഈ UDF പ്രതിനിധി മറുപടി പറയണ്ടേ? അതുപോലെ തന്നെ NDAയുടെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്തിനാണ് നമ്മൾ വോട്ട് തരേണ്ടത്? നിങ്ങളോട് മാറാത്തത് മാറുമെന്ന് പറയുന്നത് നമ്മുടെ മുന്നിലൊരു കാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം, മാറാത്തത് മാറുന്നൊപ്പം നാറാത്തത് നാറുന്നൊരവസ്ഥയാണ് NDAയുടെ. വ്യക്തം. ഷമേജ്, എന്താണ് നിങ്ങളുടെ ഈ ആക്ഷേപത്തിൽ? വയനാട് സുഹൃത്ത് പറഞ്ഞു അഴിമതി ഒരു അഴിമതിയില്ല എന്ന് പറയുന്നു. ഞാൻ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ സരിത എന്ന് പറയുന്ന സോളാർ കേസുണ്ട്. ആ കേസ് അഴിമതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയത്. പിന്നീട് ആഭ്യന്തരം ഭരിക്കുന്നത് ഇവിടുത്തെ MLA കൂടിയ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്നിട്ട് എന്തുകൊണ്ട് ആ അഴിമതി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല? ഇപ്പൊ അഴിമതിയില്ല എന്ന് പറഞ്ഞു. ഏതിൽ അഴിമതി? SNC ലവ്ലിൻ കേസ് എന്ന് പറയുന്ന കേസ് 376
നോക്കി വെക്കുക. ഇതെന്താ പരിപാടി? ഇതെന്താ നിങ്ങളുടെ പരിപാടി? 36 തവണയാണ് 36 തവണ CBI കേസ് മാറ്റിവെച്ച് 36 തവണ പറഞ്ഞ 36 തവണ CBI കോടതി കിടക്കുന്ന കേസ് എന്തുകൊണ്ട് മാറ്റിവെക്കുന്നു? അന്തർധാരയാണ്, RSS ആയിട്ടുള്ള അന്തർധാര 36 തവണ കേസ് മാറ്റി കോടതി കിടക്കുന്ന കേസ് സുഹൃത്തെ അറിയില്ലേ? 36 തവണ കേസ് മാറ്റി CBI കോടതി കിടക്കുന്ന കേസല്ലേ? അതുകൊണ്ടാണ് മാറ്റി വെക്കുന്നത്. എന്തുകൊണ്ട് പറയാൻ പറ്റുമോ? 36 തവണ മാറ്റി വെച്ച കേസ് അത് പറ, ആദ്യം അത് പറ. ശബരിമല ഇല്ലവരെ ഒരു കൊള്ള എന്ന് പറഞ്ഞ ശബരിമല കൊള്ളയടിച്ചവരാണ്. അവരെവിടെയാ കിടക്കുന്നത്? അവരെവിടെയാ കിടക്കുന്നത്? ശബരിമല കൊള്ളയടിച്ചവർ എവിടെയാ? ശബരിമല കൊള്ളയടിച്ചവർ എവിടെയാ ഉള്ളത്? ജയിലിലാണ് കിടക്കുന്നത്. ആ ജയിലിൽ കിടക്കുന്നവരെ ഇന്നവരെ തള്ളിപ്പറയും. നിങ്ങൾ കേൾക്കുന്നോ? കൊള്ളകളാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് കണ്ടില്ലേ? അഴിമതിയെ സംബന്ധിച്ചിട്ടുള്ള ചരിത്രം പറഞ്ഞു. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മോഹൻലാലുമായിട്ട് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഒരു അഭിമുഖത്തിന്റെ അതിനുവേണ്ടി സർക്കാർ ചെലവാക്കിയിട്ടുള്ള ഫണ്ടിനെ കുറിച്ച് പത്രധാരകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സാധാരണക്കാരൻ്റെ നികുതി പണം ഏത് രീതിയിലാണ് സർക്കാർ ചൂഷണം ചെയ്യുന്നുള്ളത് അത് നഗ്നമായിട്ട് യാഥാർത്ഥ്യമാണല്ലോ. ഇവർ KSRTC ഇതിപ്പോൾ കോടതി പറഞ്ഞുകൊണ്ട് KSRTC അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നതല്ലേ. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ഇത് മാറ്റേണ്ടി വരുന്ന സ്വാഭാവികമായിട്ടും ആർക്കറിയില്ലേ? അതൊരു കൊള്ളയല്ലേ? ഇങ്ങനെ എല്ലാ തരത്തിലും സാധാരണക്കാരൻ്റെ നികുതി പണത്തിനെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം എന്ത് ഇത് അഴിമതിയല്ലേ? എന്താണ് അടുത്ത ഈ മണ്ഡലത്തിനെ കുറിച്ചുള്ള ഒരു പൊതുവായ ഒരു അഭിപ്രായം എന്താണ്? ഞാൻ കടമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്നതാണ്. ധർമ്മടം മണ്ഡലത്തിൽ തന്നെയാണ്. മണ്ഡലത്തിന്റെ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് വോട്ടറാണ്. കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം വരെ UDF ആണ് ഭരിച്ചത്. ഇപ്പോഴ് 2-3 മാസത്തിന് മുന്നേ LDF ആണ് ഭരിക്കുന്നത്. ഈ രണ്ട് വർഷമായിട്ട് 1 രൂപയുടെ ഫണ്ട് ബഡ്ജറ്റിൽ അനുവദിക്കാത്ത ഒരേ ഒരു സർക്കാരാണ് LDF സർക്കാർ. LDF ഭരിക്കുന്നതാണെങ്കിൽ മാത്രം അവിടെ ഫണ്ട്, നേരിട്ട് ചോദ്യത്തിലേക്ക് വരും സമയം, അവിടെ മാത്രം ഫണ്ട്. LDF ഭരിക്കാത്ത UDF മാത്രം 8 മണ്ഡലത്തിൽ 8 പഞ്ചായത്തില് 8 പഞ്ചായത്തിൽ ഭരിക്കുന്ന ധർമ്മടം മണ്ഡലം അതിൻ്റെ അകത്ത് കടമ്പൂർ ഗ്രാമപഞ്ചായത്തിനെ മാത്രം മാറ്റി നിർത്തത് എന്തുകൊണ്ടാണ് എന്ന് പിണറായി സർക്കാരിന്റെ പ്രതിനിധി അതിന് മറുപടി. അതായത് UDF അവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് LDF ആണ് ഭരിക്കുന്നത്. UDF ഭരണകാലത്ത് അവഗണിച്ചു. ഈ ബഡ്ജറ്റിൽ ഒന്നുമില്ല. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ മാന്യ സുഹൃത്തിനോട് ഒരു അപേക്ഷയെ എനിക്കുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം കടമ്പൂർ പഞ്ചായത്ത് ഭരിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കുക പോയിട്ട്, എത്ര പണം പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് എന്ന നിലക്ക് ഏതെല്ലാം പദ്ധതിക്ക് എത്രയൊക്കെ പണം തന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. ചോദിച്ചിട്ടൊന്നും തന്നിട്ടില്ല എന്നാണ് ആ പ്രസിഡന്റ് മറുപടിയെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരവാദി. ലൈഫ് ഫ്ലാറ്റ് അവിടെയാണോ? അല്ലേ, എന്തുകൊണ്ടേ ലൈഫിൻ്റെ ഫ്ലാറ്റ് അവിടെ വന്നിട്ടുണ്ടോ? ലൈഫിൻ്റെ വീട് വന്നിട്ടുണ്ടോ? അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തിന്റെ പ്രഖ്യാപനത്തിൽ കടമ്പൂർ പറയുന്ന നിങ്ങൾ ചോദിച്ചല്ലോ. നിങ്ങളെ ചോദ്യത്തിൽ ഞാനൊന്നും മുന്നിട്ടില്ലല്ലോ. നിങ്ങൾ ചോദിക്കും, ഞാൻ സമാധാനപരമായി ഇരിക്കലേ ഇതിന്. എന്റെ മറുപടി നിങ്ങൾ സർക്കാർ അനുവദിച്ച ഫണ്ട് യഥാസമയം ചെലവഴിക്കാത്തതിന്റെ ഭാഗമായി ആ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന 2 സമരങ്ങൾ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 2 സമരങ്ങൾ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഫണ്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഫണ്ട് കിട്ടിയിട്ട് അത് യഥാസമയം ചെലവഴിക്കാൻ നിങ്ങൾക്കാവുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ചെലവഴിക്കാൻ കഴിയാത്തതിൻ്റെ നിങ്ങൾ ഭരണത്തിൻ്റെ അപാകതയും പോരായ്മയും അത് കൊണ്ട് സർക്കാരിനെ ബുദ്ധിമുട്ടുകണ്ട പറയേണ്ട കാര്യമില്ല. സർക്കാർ കൃത്യമായി 8 പഞ്ചായത്തിനെയും വളരെ കൃത്യമായി നീതിപൂർവമാണ് ധനവിനിയോഗം നടത്തിയിട്ടുള്ളത് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ചോദ്യം ഡയറക്റ്റ് നേരെ ചോദ്യത്തിലേക്ക്. എൻ്റെ ചോദ്യം UDF പ്രതിനിധിയോടാണ്. ഒരു രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനപൂർണമായിട്ടുള്ള ജീവിതമാണ്. ചോദ്യത്തിലേക്ക് എന്നാൽ മാത്രമേ ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ഒരു നാട്ടിൽ വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും ഉണ്ടാവും. ഈ കേരളം 10 വർഷം ഒരു വർഗീയ കലാപവും ഇല്ലാത്ത സമാധാന അന്തരീക്ഷം നിലനിന്നതുകൊണ്ടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചതുകൊണ്ടും ഊർജ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി കൊണ്ടും സമാധാന അന്തരീക്ഷം നിലനിന്നതുകൊണ്ടുമാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഈ 10 വർഷത്തിന് മുന്നേ കേരളം
പല പേരുകളിൽ പല പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നു. അതിൽ പ്രധാനം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പുന്നാട്, കോഴിക്കോട് മാറാട്, നിലക്കൽ, പൂന്തുറ, ഭീമാപ്പള്ളി, അതുപോലെ ആലപ്പുഴയിലെ നബിദിന ഘോഷയാത്രക്കുണ്ടായിട്ടുള്ള വെടിവെപ്പ്. ഞാൻ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു മിനിറ്റ്. ഈ 10 വർഷത്തിന് മുന്നേ ഉണ്ടായിട്ടുള്ള കാലഘട്ടത്തിലേക്ക് UDF ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകും എന്നതാണ് ഈ നാട്ടിലെ ജനങ്ങൾ കരുതുന്നത്. ആ ഒരു അന്തരീക്ഷം നിലനിന്ന് കാണാൻ, തിരിച്ചു വരാതിരിക്കാൻ, ഇരുണ്ട കാലം ഇവിടെ വരാതിരിക്കാൻ വ്യക്തമാണ്. 10 വർഷം കഴിഞ്ഞ 10 വർഷം വർഗീയ കലാപമില്ലാതെ പ്രബുദ്ധരായ ഈ കേരളത്തിലെ ജനങ്ങളാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വർഗീയത മാത്രം പറയുന്ന വെള്ളാപ്പള്ളിയെ കൂട്ടിയിട്ട നമ്പർ 1 കാറില് മുഖ്യമന്ത്രി പോയത്. ഇതൊക്കെ ഇവിടെ പ്രബുദ്ധരായ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വർഗീയമില്ലാതെ. അല്ലാതെ ഇവിടെ 10 ആഭ്യന്തരം വളരെ സുരക്ഷിതമാണെന്നല്ല. നമുക്കറിയാം, ഗുണ്ട തമ്മിൽ ഇപ്പൊ കുടിപ്പക കൊണ്ട് എങ്ങനെയാ കൊന്നതെന്നറിയോ? എങ്ങനെയാ കൊന്നത്? ഒപ്പിടാൻ പോയ ഗുണ്ട ഈ നിരീക്ഷണത്തിലാണ്. പിന്നെ പോലീസിന്റെ എല്ലാവിധ നിരീക്ഷണത്തിലുണ്ട്. ആ നിരീക്ഷണത്തിൽ ആ ഗുണ്ടക്ക് വധഭീഷണിയുണ്ട്. അവരുടെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ 10 കിലോമീറ്റർ എത്തുന്നതിനടക്കം ഗുണ്ടകൾ തമ്മിൽ കുത്തിക്കൊന്ന ആഭ്യന്തരം വകുക്കുന്ന ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. നിങ്ങൾ വർഗീയതയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആഭ്യന്തരം ഈ കൈകാര്യം ചെയ്യുന്ന ഈ വിഷയം തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് വർഗീയമില്ലാതെ നിങ്ങൾ പറയേണ്ട. വർഗീയത ചെറുത്ത് നിൽക്കുന്നത് ഇവിടുത്തെ ഭരണ നേട്ടമായിട്ടൊന്നും നിങ്ങൾ കാണേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് കഴിഞ്ഞ 10 വർഷം വർഗീയത ഇല്ലാത്ത ഒരു ഭരണം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ്. ഈ ഭരണത്തെ എങ്ങനെയാണ് ഒരു പൊതു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്നത്? ഈ ഭരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ന് വരെ കണ്ടിട്ടില്ലാതെ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ഭരണമാണ് ഇന്ന് കേരളത്തിൽ. ധർമ്മടം നിയോജക മണ്ഡലത്തിനെ പറ്റിയുള്ള വിഷയം എന്ന നിലയിൽ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന നിലയിൽ ചക്കരക്കല്ലാണ്. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ മമ്പറം ചക്കരക്കൽ പിണറായി. ചക്കരക്കൽ ഞാൻ CPMന്റെ പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. ഇവിടെ പറഞ്ഞു ഇരുവേരി ഹെൽത്ത് സെൻറ്റർ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം വെറും ഒരു നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്തു എന്നല്ലാതെ 10 വർഷത്തിനിടയിൽ ആ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത രോഗികൾക്ക് ചികിത്സയും വലിയ ആവശ്യത്തിനായ നഴ്സുമാർ, സ്റ്റാഫ്, ലാബ്, ഡോക്ടർമാർ, അതുപോലെ ആ ഉദ്ഘാടനം ചെയ്ത ബിൽഡിങ്ങിന്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ജീവനക്കാരെ നിയമിച്ചിട്ടില്ല. ഇപ്പൊ അവിടെ കയറി കെട്ടിയിട്ട് ബ്ലോക്ക് ആക്കിയിട്ട് ഉള്ള ഉദ്ഘാടനം ചെയ്ത ആശുപത്രിയെ പോലും ബ്ലോക്ക് ആക്കിയിട്ട് ആടെ ആൾക്ക് പ്രവേശനമില്ല. അത്രമാത്രം ഒരു ഇലക്ഷൻ ഇതിന് വേണ്ടിയിട്ട് മാത്രം, ഇലക്ഷന്റെ തട്ടിപ്പ് വേണ്ടിയിട്ട് മാത്രം ഉദ്ഘാടനം ചെയ്ത ആശുപത്രിയാണ് ചക്കരക്കൽ ഗവൺമെന്റ് ആശുപത്രി എന്നാണ് പറയാനുള്ളത്. എന്താണ് ഏതായാലും കെ ശശീധരന്റെ മറുപടി? 2011 മുതൽ 16 വരെയുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ചെയ്തതുപോലുള്ള കല്ലിടൽ മാമാങ്കമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കുന്നത്. അന്ന് നമ്മൾ കണ്ടതാണ് വിമാനത്താവള ഉദ്ഘാടനം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അത് ഉദ്ഘാടനമാണ്. ഒരു പച്ചയെപ്പോലുള്ള ഒരു സാധനം വിമാനത്താവളം എന്ന് പറഞ്ഞിട്ടുള്ള ആ മണ്ണിൽ കൊണ്ട് ഇറക്കിയിട്ട് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞ വമ്പന്മാരാണ് അന്നത്തെ UDFകാർ. അതുപോലെയല്ല ഞങ്ങളുടെ ഉദ്ഘാടനം. ഞങ്ങൾ കല്ലിട്ടിട്ടുണ്ടെങ്കിൽ ആ കല്ലിട്ടതിൻ്റെ മേലെ നമ്മളെ മന്ത്രി രാജൻ പറഞ്ഞതുപോലെ കല്ലിട്ടതിൻ്റെ മേലെ വീണ്ടും കല്ല് വരും. അതിൽ കെട്ടിടമാകും, ആശുപത്രിയാകും, സ്കൂളാകും, എല്ലാമാകും. അത് നമ്മൾ ഉദ്ഘാടനവും ചെയ്യും. അങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടനത്തിൻ്റെ മാമാങ്കം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഞങ്ങൾ കല്ലിട്ട് പോവുക മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കുന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അത് ഈ കഴിഞ്ഞ 5 വർഷക്കാലം 900 പദ്ധതിയാണ് ഞങ്ങൾ പറഞ്ഞത്. 900 പദ്ധതിയും പൂർത്തീകരിക്കുകയോ ഓൺഗോയിങ് ആയി നടന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ CHC ഉദ്ഘാടനത്തിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ നിരവധി ഉദ്ഘാടനങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കാണിച്ചതുപോലുള്ള തട്ടിപ്പ് ഉദ്ഘാടനമല്ല, തട്ടിപ്പ് തറക്കല്ലിടലല്ല, എല്ലാം മാന്യമായ നിലയിൽ തന്നെ ജീവനക്കാരുടെ നിയമനം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പരാതി. ജീവനക്കാരുടെ നിയമനമൊക്കെ നടക്കും. അതൊന്നും നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. ജീവനക്കാരുടെ നിയമനം നടക്കും. അതെല്ലാം ഞൊടിയിടയിൽ നടക്കുന്ന കാര്യമല്ല. ജീവനക്കാരുടെ നിയമനം അതിപ്പോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അടുത്ത എന്താണ്? വ്യക്തം. അടുത്ത എന്താണ്?
LDF പ്രതിനിധിയാണ് ചോദ്യം. അതിപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ പക്ഷി ഇറക്കിയെന്ന് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. പുള്ളിക്കാരനോട് ചോദിക്കാനുള്ള ചോദ്യം, ആ ഉദ്ഘാടനം ചെയ്ത് ട്രയൽ റൺ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ റൺവേ 3050 മീറ്റർ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ MLA ആയിരുന്ന EP ജയരാജനും CPM ആൾക്കാരും കൂടി അവിടെ സമരം ചെയ്തു. എന്തിനു വേണ്ടി 5000 മീറ്റർ ആക്കണം റൺവേ എന്ന് പറഞ്ഞ് സമരം ചെയ്ത CPM-കാർ ഭരണത്തിലെത്തിയിട്ട് 10 വർഷമായി. 3050 1 മീറ്റർ പോലും കൂട്ടാൻ പറ്റാത്ത ഒരു ഗവൺമെന്റായി, നാണം കെട്ട ഗവൺമെന്റായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അതിനെന്താണ് മറുപടി? എൻ്റെ ചങ്ങാതി, ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന കാലത്താണ്, പ്രഖ്യാപിക്കാൻ പോകുന്ന കാലത്താണ് ആ പറഞ്ഞ ഡ്രോൺ ഇറക്കിയിട്ട് ഉദ്ഘാടനം നിർവഹിച്ചത്. ആ വിമാനത്താവളവും ഇപ്പോഴത്തെ വിമാനത്താവളവും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുമാത്രം മാറ്റം ഈ വിമാനത്താവളത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ ഉത്തരവാദി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കണം. മാറ്റം ഉണ്ടായിട്ടില്ലേ? റൺവേയുടെ വീതി കൂടിയോ, റൺവേയുടെ നീളം കൂടിയോ ഇല്ലോ എന്നുള്ള പ്രശ്നം. ആ വിമാനത്താവളമായോ? അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. നിങ്ങൾ അത് പറയാത്തത്. വിമാനത്താവളം ഇപ്പോഴല്ലേ വിമാനത്താവളമായത്? ഈ 10 വർഷക്കാലത്തിനിടയിൽ. നേരത്തെ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളമാണ് ഇപ്പോ ഇന്റർനാഷണൽ വിമാനത്താവളമാണ്. അത് ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തും. ഹരീഷ് ബാബുവിന്റെ പാർട്ടി വിചാരിച്ചാൽ ആ വിമാനത്താവളം ഇനിയും ശക്തിപ്പെടും. ഞാൻ LDFന്റെ പ്രതിനിധിയോട് ഞാൻ ചോദിച്ചു, 10 വർഷക്കാലമായി കേരളത്തിൽ അഭിമാനകരമായി നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു പദ്ധതി നിങ്ങൾക്ക് പറഞ്ഞു. ഒരു അഭിമാനം, വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ എയർപോർട്ട്, അതുപോലെ തന്നെ മറ്റ് മെട്രോ റെയിൽ, അങ്ങനെയുള്ള പദ്ധതികൾ പോലെ ഒരു അഭിമാനകരമായ ഒരൊറ്റ പദ്ധതി നിങ്ങൾക്ക് ചൂണ്ടിക്കാണും 10 വർഷത്തിനുള്ളിൽ. പവർ കട്ടില്ലാതെ കേരളം പവർ കട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പവർ കട്ടില്ലാതെ കേരളത്തിന്റെ മാത്രമല്ല ഒരു പദ്ധതി പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അടുത്ത ചോദ്യം ആരോടാണ് ചോദ്യം? ആരോടാ? രണ്ടാളോടും. മൂന്നാളോടും. സോറി. ഈ 10 വർഷത്തെ ഗവൺമെന്റിന്റെ ഭരണത്തെ പറ്റിയാണ് ചോദിച്ചത്. നമുക്ക് ഈ 10 വർഷം കൊണ്ട് ഒരു 7 വർഷത്തിന്റെ ഉള്ളിലെ മര്യാദക്ക് ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഹൈവേ ഒന്നെടുത്ത് പറയാമെന്ന് പറഞ്ഞ ഹൈവേ, അന്ന് 10 വർഷത്തിന് മുമ്പ് നമ്മളൊരു കാറായിക്കോട്ടെ ഒരു 2 വീലായിക്കോട്ടെ എടുത്ത് പോകുന്ന സമയത്ത് ഒന്ന് കോഴിക്കോട് എയർപോർട്ടിൽ പോകണമെങ്കിൽ തന്നെ അന്നുണ്ടായിരുന്ന അനുഭവം, ഇനി അതൊന്നും വേണ്ട, നമ്മുടെ പഞ്ചായത്തിന്റെ ഉള്ളിൽ ഒരു റോഡിലേക്ക് ഇറങ്ങി പോകണമെങ്കിൽ അന്നുണ്ടായിരുന്ന അനുഭവം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്നത്തെ നിലവിൽ ഇന്ന് കൃത്യമായിട്ട് റബ്ബറൈസ്ഡ് ടാറിങ് പോലും ഉൾഭാഗങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. LDF ഗവൺമെന്റിന്റെ പുരോഗതി തന്നെയാണ്. ഈ ചെമ്പിലോട് പഞ്ചായത്തിന്റെ ഈ ധർമ്മടം മണ്ഡലത്തില് ചക്കരക്കാൽ ടൗണിനെ സംബന്ധിച്ച് ഞാൻ ഇവിടുത്തെ ഒരു കച്ചവടക്കാരനാണ്. ഈ ടൗണില് എല്ലാ ടൗണുകളും നവീകരിച്ചു കൊണ്ടേ വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ടൗൺ നവീകരിക്കുന്നുണ്ട്. ഈ ടൗൺ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവേ അടക്കം നടന്നു കഴിഞ്ഞു. ഭൂമിയുടെ ചോദ്യത്തിലേക്ക് സമയം. നമ്മുടെ ഈ ടൗണിനെ എന്തുകൊണ്ടാണ് ഈ 10 വർഷത്തിന് ലാസ്റ്റ് എന്ന നിലയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ടൗണിന്റെ പുനരുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് എത്തിയതും, അതുപോലെ ഈ ടൗണിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും സാറ്റലൈറ്റ് സർവേ അടക്കം വന്നിട്ടും ആ വന്ന ടൈമിൽ വ്യാപാരികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു സിറ്റിംഗ് വരുത്താതിരുന്നത് എന്തുകൊണ്ടാണ്? അതായത് ചക്കരക്കൽ ടൗണിന്റെ വികസനം യാഥാർത്ഥ്യമാകാൻ വൈകി എന്നുള്ളതാണ്. അതെ, അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചക്കരക്കൽ ടൗണിന്റെ വികസനം അല്പം വൈകിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പരാതി. ജനസാന്ദ്രത കൂടുതലുള്ളതും വ്യാപാര സ്ഥാപനങ്ങൾ വളരെയധികം ഉള്ള പ്രദേശങ്ങളും വികസിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. ഇപ്പോൾ ചക്കരക്കല്ല് ജംഗ്ഷൻ വികസനം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ആ ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ള വിഷയം തന്നെയാണ് ഞങ്ങളുടെ അജണ്ടയിലുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ അജണ്ടയിലുള്ള വിഷയം തന്നെയാണ് ഇത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന് സർവേ നടത്തിയിട്ടുണ്ട്, ഒട്ടേറെ കാര്യങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട് നീങ്ങിയിട്ടുണ്ട്. ഒരു വലിയ ഈ ചക്കരക്കല്ലിൻ്റെ മുഖച്ഛായ മാറ്റുമാറുള്ള ഒരു പദ്ധതി ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലുണ്ട്. അത് തീർച്ചയായും അത് തുടർഭരണമുണ്ടായാൽ അത് 100% ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതിയായിരിക്കും ചക്കരക്കല്ലിലെ വികസനം. വലിയൊരു വാഗ്ദാനമാണ്. ചക്കരക്കൽ ടൗൺ അടുത്ത തുടർഭരണം ഉണ്ടായാൽ വലിയ മാറ്റത്തിലേക്ക് പോകും. ചക്കരക്കൽ ടൗണിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് എന്താണ്? കേരളത്തിന്റെ ചരിത്രത്തിൽ 10
കൊല്ലവും വേറെ ആരെങ്കിലും ഭരിച്ചിട്ടുണ്ടോ ഇവിടെ? ഇനിയും നിങ്ങൾക്ക് ഇനിയും 5-10 കൊല്ലം വേണമെന്നാ പറയുന്നത്. ഈ ചെറിയ ചക്കരക്കല്ല് ടൗണ് പോലത്തെ ടൗണിൽ വികസിപ്പിക്കാൻ എന്നും 10 കൊല്ലമായിട്ട് നിങ്ങൾക്ക് റോഡും പാലവും മാത്രമായി വികസിപ്പിച്ചാൽ മതിയോ? നിങ്ങൾ മറ്റു കാര്യങ്ങൾ അടിസ്ഥാനപരമായി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കൊടുക്കാനുണ്ട്, ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ടോ? ഇവിടെ കൃത്യമായിട്ട് പരിപാലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് ചക്കരക്കൽ ടൗണിന്റെ ഒരു അവസ്ഥ? ഞാൻ ചക്കരക്കൽ ടൗണിനെ സംബന്ധിച്ച് പറയുന്നതിന് മുന്നേ എൻ്റെ UDF പ്രതിനിധി നേരത്തെ പറഞ്ഞു വർഗീയവാദി വെള്ളാപ്പള്ളി നടേശനെ ഒരു വർഗീയവാദിയായിട്ട് അദ്ദേഹം വിലയിരുത്തി പൊതുസദസ്സിൽ വെച്ച് വർഗീയവാദിയെ പറ്റി വിലയിരുത്തുന്ന സമയത്ത് UDFന്റെ ആ വർഗീയതയെക്കുറിച്ച് നമുക്കറിയാലോ. എത്രമാത്രം മാറി ഈ വർഗീയതയെ താലോലിച്ച് നിൽക്കുന്നു. അത് UDFും LDFും വർഗീയതയെ എത്രമാത്രം താലോലിക്കുന്നുണ്ടെന്ന് ഇന്നത്തെ കേരളത്തിലെ സാമാന്യത ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ ചക്കരക്കൽ ടൗണിൻ്റെ വികസനം എന്ന് പറയുന്ന സ്ഥലത്ത് നീണ്ട 10 വർഷം കഴിഞ്ഞു. ഒരുപാട് ഈ ചക്കരക്കൽ ടൗണിനെ ടൗണാക്കിയത് ഇവിടുത്തെ വ്യാപാരികളാണ്. ആ വ്യാപാരി സമൂഹത്തെ ഒന്നടങ്കം കുടിയൊഴിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന വികസന കാഴ്ചപ്പാടോട് ഞങ്ങൾക്ക് എതിർപ്പാണ്. നേരത്തെ തന്നെ ചക്കരക്കല്ലിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്നു. ആ ചർച്ചകളുടെ ഫലത്തെക്കുറിച്ച് വിലയിരുത്തുകയോ അത് 4 അവിടുന്ന് മുതൽ ഉള്ള ബൈപ്പാസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണ്. അത്തരം കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാതെ ഈ ചക്കരക്കല്ലിൽ കാലാകാലങ്ങളെ ചക്കരക്കല്ലിനെ ചക്കരക്കല്ലാക്കിയിട്ടുള്ള കച്ചവടക്കാരെ അവരുടെ വികാരത്തെ കണക്കിലെടുക്കാതെ അവർ കൊണ്ടുവന്ന വികസനത്തെ കാഴ്ചപ്പാട് കൊണ്ടുവരാതെ ഇവിടുത്തെ സ്വർണ്ണക്കടക്കാർ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അവരെല്ലാം കുടിയൊഴിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വികസനമാണോ ഇവിടെ നടപ്പിലാക്കുന്നത്? അഞ്ചരക്കണ്ടി ടൗൺ നോക്കൂ, ചക്കരക്കൽ മാത്രമല്ല ഗതാഗത കുരുക്കാണ് അഞ്ചരക്കണ്ടി ടൗണിൽ. ആ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം എന്ത് നടപടിയാണുള്ളത്? നിങ്ങൾ ചിന്തിക്കും വികസനം എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ടൂറിസം പദ്ധതി പ്രകാരം അഞ്ചരക്കണ്ടി പുഴയോരത്ത് ബോട്ട് സർവീസ് നിങ്ങൾ കാണും. മമ്പറത്ത് അതുപോലെ തന്നെ മേലൂർ എങ്ങനെയൊക്കെ ബോട്ട് ജെട്ടിയുണ്ട്. ആ ജെട്ടി ഉണക്കാനിട്ട പോലെ അവിടെ കിടക്കുക. ആ ബോട്ട് ജെട്ടി എപ്പാണ് ഈ ബോട്ട് സർവീസ് വരിക എന്നൊക്കെ കാലം ചോദിക്കുകയാണ്. അതുകൊണ്ട് വികസനം എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. UDFന്റേത് ജനങ്ങളുടെ വോട്ട് തട്ടാനുള്ള വെറും അടവ് മാത്രമാണ് UDFന് കേരളത്തിൽ വികസനത്തിനുണ്ട്. ഭാരതത്തിൽ സമഗ്രമായ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നു. അടുത്തൊരു ഘട്ടത്തിലേക്ക്, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഏപ്രിൽ 9-ാം തീയതി ജനം വിധി എഴുതും. എന്തുകൊണ്ട് LDF വീണ്ടും വിജയിക്കണം? തുടർഭരണം വേണം എന്നത് എന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നത്? ചുരുങ്ങിയ വാക്കുകൾ. ഏതൊരു സർക്കാരായാലും ആ സർക്കാരിന് തുടർച്ചയുണ്ടായാൽ മാത്രമേ ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്തതും ചെയ്ത് പൂർത്തിയാക്കാനുള്ളതുമായ കാര്യങ്ങൾ പൂർത്തിയാക്കാനും വികസന പ്രവർത്തനങ്ങളെ സ്റ്റേബിളായി നിർത്താനും സാധിക്കുള്ളൂ. കേരളത്തിൻ്റെ ഒരു ശാപം 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്നതാണ്. എന്നാൽ അതിന് തിരശ്ശീല വീണത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും ഒരു തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. ആ സമ്മാനിച്ചത് 2016 മുതൽ 2021 വരെയുള്ള 5 വർഷക്കാലം സമാനതകളില്ലാത്ത ദുരന്തങ്ങളാണ് ഈ കേരളം നേരിട്ടത്. ആ സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെൻറ്റും ആ ദുരന്തങ്ങളെ അതിജീവിക്കാൻ നടത്തിയിട്ടുള്ള ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ഈ ലോകം അംഗീകരിച്ചതാണ്. അങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന ഒരു പേര് തന്നെ ജനം സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിലൂടെ ഈ സർക്കാർ ജനങ്ങളെയാകെ ആപൽഘട്ടത്തിൽ ചേർത്ത് പിടിച്ചതിൻ്റെ പ്രത്യുപകാരമായി 2021 വീണ്ടും അധികാരത്തിൽ വന്നു. പിന്നീട് 5 വർഷക്കാലം പൂർത്തിയാവുകയാണ്. ആ 5 വർഷക്കാലം ജനങ്ങൾ വീണ്ടും അധികാരത്തിൽ കൊടുത്തപ്പോൾ 1% പോലും ജനങ്ങൾക്ക് അത് തെറ്റിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന 5 വർഷമാണ് പോയത്. നിങ്ങൾ നോക്കൂ, 2011-16 ഇരുണ്ട കാലം. ഞാൻ എല്ലാം വിശദീകരിച്ച് പറയുന്നില്ല. എന്തുകൊണ്ട് ഇനിയും LDF വരണം എന്നുള്ളത് പറഞ്ഞാൽ 62 ലക്ഷം പേർക്ക് ഇപ്പോൾ 2000 രൂപ പെൻഷൻ കൊടുക്കും. അതിന് തുടരണമോ വേണ്ടയോ? KC വേണുഗോപാൽ പറയുന്നത് അത് അഴിമതിയാണെന്ന്. അടൂർ പ്രകാശം പറയുന്നു ഈ 1600 രൂപ 2000 ആക്കി വർദ്ധിച്ചത് ശുദ്ധ തോന്നിയാസമാണ്, മര്യാദഘട്ട നടപടിയാണെന്ന്. ഞങ്ങൾക്കത് മര്യാദഘട്ട നടപടിയല്ല. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന, പാവപ്പെട്ടവനെ സഹായിക്കുന്ന അവൻ്റെ ഔദാര്യമല്ല, അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന പെൻഷൻ അത് തുടരണം. കറണ്ട് കട്ടില്ലാത്ത നാടായി ഈ കേരളം തുടരണം. വ്യവസായത്തിൽ 1-ാം സ്ഥാനത്ത് ഈ കേരളം തുടരണം. വിദ്യാഭ്യാസ മേഖലയിൽ 1-ാം സ്ഥാനത്ത് ഈ കേരളം തുടരണം. ആരോഗ്യമേഖലയിൽ ലോകോത്തര നിലവാരമുള്ള ആരോഗ്യ സംവിധാനമായി ഈ കേരളം തുടരണം. അങ്ങനെ സകലവിധ മേഖലയിലും ഈ കേരളം ഈ രാജ്യത്തിൻ്റെ 28 സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ 1-ാം സ്ഥാനം ഇനിയും തുടരണം. ഇനിയും ധർമ്മടം മണ്ഡലം മുഖ്യമന്ത്രിയുടെ മണ്ഡലമായി തുടരും. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഒരു സംശയമില്ല.
മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പിണറായി വിജയനാണ്. പിണറായി വിജയൻ വിജയിക്കും. വിജയിച്ചു കഴിഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് മുന്നണിയും സംവിധാനവും തീരുമാനിക്കും. എന്തുകൊണ്ട് ഒരു പുതു സർക്കാർ, തുടർ ഭരണമല്ല ഒരു പുതു സർക്കാർ വരണം എന്ന് UDF പറയുന്നത്? ഷമീജ്, അഴിമതിയും സ്വജനപക്ഷപാതവും നമുക്കറിയാം. നമുക്ക് രാത്രിയെ പകലാക്കി നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർ റാങ്ക് ലിസ്റ്റിൽ കടന്നു വരുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരെ തിരുത്തി സ്വന്തക്കാർക്ക്, സ്വജനപക്ഷമായ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ കാണുന്നത്. സ്കൂൾ ബസ് പിന്നെ സ്കൂൾ ബസ്സിലെ റിസൾട്ട് നിങ്ങൾ ഈ 1ാം റാങ്ക് കിട്ടിയ കുട്ടികൾ എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മുട്ടുകുത്തി സമരം നടത്തുന്നത്? PSC റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്ക് നിങ്ങൾക്ക് നിയമനം കൊടുക്കാൻ കഴിഞ്ഞോ? അതുപോലെ തന്നെ ക്യാമ്പസിനകത്ത് എത്ര വിദ്യാർത്ഥികളാണ് ഇവിടെ കൊല ചെയ്യപ്പെടുന്നത്? മാരകമായ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി ഈ സംസാരം വിട്ടുപോകുമ്പോൾ ഭരിച്ച് അവസാനിപ്പിക്കുമ്പോൾ 29 വാറ അന്ന് അധികാരത്തിൽ കടന്നു വരാൻ പറഞ്ഞതെന്ന KPSC ലളിത സിനിമാ നടി ഉൾപ്പെടെയുള്ള നടിമാരെ വെച്ച് ഞങ്ങൾ മദ്യമുക്ത കേരളമാക്കും. തെറ്റിപ്പോയി. മദ്യത്തിൽ മുഖ്യ കേരളമാക്കി മാറ്റിയില്ലേ? 896 ബാർ എങ്ങനെ നിങ്ങൾ ലൈസൻസ് കൊടുത്തു? 896 ബാറിനാണ് ദൂരപരിധി മാറ്റി, കോടതി വിധി മാറ്റി തിരുത്തിക്കൊണ്ടാണ് കൊടുത്തത്. ഇതാണോ നമ്മൾ കാണുന്ന ഒരു നവകേരളം? കേരളം നമ്മൾ കാണുന്നത് ഇങ്ങനെയല്ല. കേരളത്തിലെ ബാറുകൾ കുറച്ചു കൊണ്ടുവരുമ്പോൾ ബ്ലൂബറി അടക്കം ഡിസ്റ്റിലറി അടക്കം കൊടുത്ത ഒരു സർക്കാർ. സ്ത്രീകൾക്ക് സുരക്ഷയുണ്ട് ഇവിടെ വയോധികൾക്ക് സുരക്ഷയുണ്ട്. വീട്ടിൽ കയറി കുട്ടികളെ ആക്രമിക്കുന്നു. അതുപോലെ തന്നെ ഇത് ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ്. ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ്. എല്ലാ തലത്തിലും അഴിമതിയാണ്. തുടർഭരണം ഉണ്ടാകില്ല, ഭരണമാറ്റം ഉണ്ടാകും. തുടർഭരണം ഉണ്ടാകില്ല, തുടർഭരണം ഉണ്ടാകും തീർച്ച. ഈ ഭരണം 10 കൊല്ലത്തെ തുടർഭരണം ഉണ്ടാവില്ല. അത് നമുക്ക് ഉറപ്പായി നമുക്ക് പറയാൻ സാധിക്കും. ഒരു കാരണവശാലും തുടർഭരണം ഉണ്ടാവില്ല. അത് നിങ്ങൾ കണ്ടോ? തുടർഭരണം ഒരു കാരണവശാലും. എന്റെ ഒരു അഭിപ്രായം എന്താണ്? ഈ ഒരു മാറ്റം എന്നുള്ളതാണ്, നിങ്ങൾ മാറാത്തതും മാറും എന്നുള്ളതാണല്ലോ. മാറും. കേരളത്തിൽ സമഗ്രമായ ഒരു മാറ്റം ഉണ്ടാവും. മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ അടിസ്ഥാനമായ ജനവിഭാഗങ്ങളിൽ പിന്നോട്ടേക്ക് തന്നെ പോവുക. നമുക്കറിയാം, കൊല്ലത്ത് നമ്മുടെ ധാരാളം കശുവണ്ടി തൊഴിലാളികളുള്ള അവിടെ ഒരു ESI ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി എടുക്കുമ്പോൾ അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ല. നമ്മുടെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും വികസനത്തിനായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അടിസ്ഥാന വികസനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം കാണുന്നു. നമ്മൾ ഇവിടെ തന്നെ ചിന്തിച്ചു നോക്കും. നമ്മളിപ്പോൾ +2 കഴിഞ്ഞാൽ, SSLC +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ചേരണം, എന്ത് ചേരണം, നമ്മുടെ കുട്ടികൾക്ക് എന്ത് തൊഴിൽ സാധ്യതയുണ്ട് എന്നൊക്കെ. നമ്മുടെ മക്കളെല്ലാം ബാംഗ്ലൂർ പോകുന്നു, മംഗലാപുരത്ത് പോകുന്നു, അല്ലെങ്കിൽ തൊഴിലിന് ഗൾഫിന് പോകുന്നു. എന്ത് തൊഴിൽ സാധ്യതയാണ് +2 കഴിഞ്ഞാൽ കേരളത്തിലുള്ളത്? അവർക്ക് അധിഷ്ഠമായ കോഴ്സ് എന്താണ്? തൊഴിലധിഷ്ഠിത കോഴ്സുകൾ എന്താണുള്ളത്? എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടുകളിൽ അച്ഛനും അമ്മയും പേടിച്ച് കിടക്കുകയാണ്? അവരുടെ മക്കൾ ഗൾഫിലാണ്. നാട്ടിൽ വന്നാൽ എന്താണ് തൊഴിൽ? ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളോട് ഈ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. അത് UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ. കേരളത്തിന് വേണ്ടി സമഗ്രമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടുണ്ട്. അത് കേരളത്തിന് ഈ കടമെടുത്തിട്ടുള്ള വികസനമല്ല. എന്ന് ഒരുപാട് കടമെടുത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലും കടക്കാരേക്ക് മാറ്റുന്ന ഈ വികസനത്തോടല്ല ഞങ്ങൾക്ക് സമഗ്രമായ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും സമഗ്രമായിട്ടുള്ള വികസനം. അതിന് ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വേണം. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കി കേരളത്തിൽ സമഗ്രമായ മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ? തുടർഭരണം ഉണ്ടാകുമോ ഇല്ലയോ? തുടർഭരണം ഉണ്ടാവും. NDA അധികാരത്തിൽ വരും. എന്തായാലും സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്നു എന്നത് തന്നെയാണ് ധർമ്മടത്തെ, കേരളത്തെ ആകെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. എല്ലാ കണ്ണുകളും മെയ് 4 വോട്ടെണ്ണുമ്പോൾ ഈ ധർമ്മടത്തും ഉണ്ടാകും. കേരളം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്ന ആ ദിവസം വിജയക്കൊടി പാറിച്ച് ഇവിടെ മുഖ്യമന്ത്രിയായി വീണ്ടും പിണറായി വിജയൻ വരുമോ? അതോ മാറ്റത്തിന്റെ കാറ്റ് വീശി പുതുഭരണം വരുമോ? ഈ ചോദ്യത്തിനൊക്കെ നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കണം. പക്ഷേ വോട്ടർമാരെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ. എന്തായാലും വികസനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ചർച്ചയാകാൻ പോകുന്നത്. LDF പറയുന്നതും വികസനം ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ്. UDF പറയുന്നത് ഇവിടുത്തെ ശബരിമല സ്വർണ്ണ കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. NDA പറയുന്നത് മാറാത്തതും മാറും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അവരും നടത്തുന്നുണ്ട്. എന്തായാലും എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്.
കേരളം എങ്ങോട്ടാണ്, കേരളത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അതിനുള്ള വ്യക്തമായ ഉത്തരം നമുക്ക് മെയ് 4-നാണ് ലഭിക്കുക. എന്തായാലും ധർമ്മടം മണ്ഡലത്തിലെ ഈ പടയൊരുക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടായി, വാഗ്വാദങ്ങളുണ്ടായി. ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ നടക്കട്ടെ, ജനാധിപത്യം വിജയിക്കട്ടെ, ജനാധിപത്യത്തിന്റെ ഈ ഉത്സവം വിജയിക്കട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക്, അതായത് മുഖ്യമന്ത്രിയെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പിണറായി വിജയനും UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിനും NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന K രഞ്ജിത്തിനും 3 പേർക്കും ഈ ഘട്ടത്തിൽ നമുക്ക് വിജയാശംസകൾ നേരാം. നമ്മുടെ ജനപ്രതിനിധിയായി അവരിൽ ആരെങ്കിലും ഒരാൾ, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ എത്തട്ടെ. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിന്റെ വികസനം, പ്രത്യേകിച്ച് ചക്കരക്കല്ലിലാണ് നമ്മൾ ഉള്ളത്, ചക്കരക്കൽ ടൗണിന്റെ വികസന കാര്യം എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നുണ്ട്. അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല. ചക്കരക്കൽ ടൗണിന്റെ വികസനം കൂടി അതിൽ 1-ാം സ്ഥാനത്തായി ഈ ഏത് സർക്കാർ വന്നാലും അവർ പരിഗണിക്കട്ടെ എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. LDFന്റെ പ്രതിനിധിയായി പങ്കെടുത്തത് CPMന്റെ പിണറായി ഏരിയ സെക്രട്ടറി K ശശിധരനാണ്. അദ്ദേഹത്തിന് കണ്ണൂർ വിഷന്റെ എല്ലാവിധ ആശംസകളും. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി ഇരിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്നത്. അതോടൊപ്പം തന്നെ UDFന്റെ പ്രതിനിധിയായ ഷമേജ് പെരളശ്ശേരിയും ചേർന്നിട്ടുണ്ട്. അദ്ദേഹവും അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുമ്പോഴാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. K രഞ്ജിത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ഹരീഷ് ബാബു. അദ്ദേഹവും NDAയുടെ പ്രതിനിധിയായി BJPയുടെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹവും നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഈ പടയൊരുക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മണ്ഡലവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.